ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ടേംസാണ്. അത് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ ഫോളോ ചെയ്യുമ്പം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ്. ലാസ്റ്റ് വീഡിയോയിൽ, അതായത് പാർട്ട് 4 വീഡിയോയിൽ നമ്മൾ കുറച്ച് ടേംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോയിൽ. ഓക്കെ, ഫസ്റ്റ് we are going to discuss about opportunity cost. എന്താണ് opportunity cost? Opportunity cost എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ ബെനിഫിറ്റ് ഫോർഗോൺ ഓർ ലോസ്റ്റ് ബൈ റിജക്റ്റിംഗ് എ പെർട്ടിക്കുലർ കോമ്പീറ്റിംഗ് ഓൾട്ടർനേറ്റീവ് ടു അനദർ കോമ്പീറ്റിംഗ് ഓൾട്ടർനേറ്റ് ചോയ്സ്. അതായത് നമ്മുടെ മുന്നിൽ 2 ചോയ്സ് ഉണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് 2 ചൂസ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരെണ്ണമേ നമ്മൾ ചൂസ് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്യുന്നു, മറ്റൊരെണ്ണം നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ചൂസ് ചെയ്യാത്ത ഓൾട്ടർനേറ്റീവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമായിരിക്കും. ആ ബെനിഫിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ചൂസ് ചെയ്യാത്ത ഓൾട്ടർനേറ്റീവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടായിരിക്കും. അത് നമുക്ക് നഷ്ടപ്പെടുമല്ലേ, കാരണം നമ്മൾ മറ്റൊരു ഓൾട്ടർനേറ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചൂസ് ചെയ്ത ഓൾട്ടർനേറ്റീവിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന ബെനിഫിറ്റ് നമുക്ക് നഷ്ടമാവുകയാണ്. ആ നഷ്ടമാകുന്ന ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ബെനിഫിറ്റ് ഫോർഗോൺ ബൈ ചൂസിങ് ആൻ ഓൾട്ടർനേറ്റീവ് ചോയ്സ്. ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മളൊരു ബിസിനസ് ഫേം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ബിൽഡിങ്ങിലാണ് നമ്മുടെ ഈ ഫേം ഫങ്ഷൻ ചെയ്യുന്നത്. നമുക്ക് ടോട്ടൽ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇതിൽ 800 സ്ക്വയർ ഫീറ്റ് നമ്മളിപ്പം യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 200 സ്ക്വയർ ഫീറ്റ് നമ്മൾ റെൻറ്റ് ചെയ്തിരിക്കുകയാണ്, വേറൊരാൾക്ക് റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എല്ലാ മാസവും 10,000 രൂപ റെൻറ്റ് റിസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഇൻകം ആയിട്ട്. അത് നമ്മുടെ ആവശ്യം നമ്മൾ 800 സ്ക്വയർ ഫീറ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. 200 സ്ക്വയർ ഫീറ്റ് നമ്മൾ മറ്റൊരാൾക്ക് റെൻറ്റിന് കൊടുത്തിരിക്കുമായിരുന്നു. അതിൽ നിന്ന് നമുക്ക് 10,000 റുപ്പീസ് ഇൻകവും കിട്ടുന്നുണ്ട് റെൻ്റായിട്ട്. പക്ഷേ ഇപ്പം നമ്മളൊരു എക്സ്പാൻഷൻ പർപ്പസിന് വേണ്ടി നമുക്ക് ഈ 200 സ്ക്വയർ ഫീറ്റും കൂടെ വേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ചോയ്സ് ആണ്, നമ്മുടെ ബിസിനസ്സിന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബാക്കി കിടക്കുന്ന 200 സ്ക്വയർ ഫീറ്റ് ഏരിയയും കൂടെ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഇൻകം ഇല്ലാതാവുന്നു. ആ റെൻറ്റിന് കൊടുക്കാൻ പറ്റില്ല, നമ്മൾ യൂസ് ചെയ്യാൻ പോകുമല്ലോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ആ ചോയ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ആ റെൻറ്റ് എന്ന് പറഞ്ഞ ഇൻകം നഷ്ടപ്പെടുന്നു. അതായത് 10,000 രൂപ ഒരു വർഷം നഷ്ടപ്പെടുമ്പോൾ എത്ര രൂപയോ, 1,20,000 റുപ്പീസ് എന്നുള്ള ബെനിഫിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ 1,20,000 റുപ്പീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. കാരണം നമ്മുടെ മുന്നിൽ 2 ഓൾട്ടർനേറ്റീവ് ആയിരുന്നു. ഒന്നിൽ 200 സ്ക്വയർ ഫീറ്റ് റെൻറ്റിന് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 200 സ്ക്വയർ ഫീറ്റ് നമ്മുടെ എക്സ്പാൻഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുക. നമ്മളിപ്പം എക്സ്പാൻഷൻ പർപ്പസിന് വേണ്ടി ഇത് യൂസ് ചെയ്യാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ഓൾട്ടർനേറ്റീവ്, റെൻറ്റിന് കൊടുക്കുന്ന ഓൾട്ടർനേറ്റീവ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നു. അതിൽ നിന്നുള്ള ബെനിഫിറ്റും അതുവഴി നഷ്ടപ്പെടുന്നു. ആ ബെനിഫിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ നഷ്ടപ്പെട്ടു പോകുന്ന ആ ബെനിഫിറ്റിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്, എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ളത്. ഇനി അടുത്ത ടേം നോക്കാം. നെക്സ്റ്റ് ടേം ഇസ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഓർ നോഷണൽ ചാർജസ്. ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഓർ നോഷണൽ ചാർജസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ്, ഒരു എക്സ്പെൻസ് തന്നെയാണ്. ഇതൊരു ഇമാജിനറി എക്സ്പെൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇംപ്യൂട്ടഡ് അല്ലെങ്കിൽ നോഷണൽ എന്ന് പറയുന്നത്. എന്തെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കൊരു ഓൺ ബിൽഡിംഗ് ഉണ്ട്. ഓൺ ബിൽഡിങ്ങിലാണ് നമ്മൾ നമ്മുടെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത്. അതായത് റെൻറ്റൊന്നും കൊടുക്കേണ്ട, നമുക്ക് ഓണായിട്ടുള്ള ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ റെൻറ്റ് കൊടുക്കേണ്ടാത്തതുകൊണ്ട് നമ്മൾ ഈ റെൻ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് എവിടെ കാണിക്കാൻ പറ്റില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കാൻ പറ്റില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് കാണിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനൊരു എക്സ്പെൻസ് നമ്മൾ ഇൻകർ ചെയ്യുന്നില്ലല്ലോ. നമുക്ക് സ്വന്തമായൊരു ബിൽഡിംഗ് ഉണ്ടായതുകൊണ്ട് നമുക്ക് റെൻറ്റ് കൊടുക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ആ റെൻറ്റ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് നമ്മൾ എവിടെ കാണിക്കേണ്ടിയും വരുന്നില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കേണ്ടിയും വരുന്നില്ല. ഇൻകർ ചെയ്യാത്ത ഒരു എക്സ്പെൻസ് ഒരിക്കലും P&L സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കാൻ പാടില്ല. പക്ഷേ കോസ്റ്റിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അസൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്. ഈ ബിൽഡിംഗ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മളിത് റെൻറ്റിന് എടുക്കണമായിരുന്നല്ലോ. ബിൽഡിംഗ് റെൻറ്റിന് എടുക്കും, അങ്ങനെ ഒരു റെൻറ്റും കൂടെ നമ്മൾക്ക് ഒരു എക്സ്പെൻസും കൂടെ ഇൻകർ ചെയ്തേനെ. അതും കൂടെ നമ്മുടെ എവിടെ കയറി വന്നേനെ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സർവീസിൽ കയറി വരേണ്ട ഒരു ഐറ്റമായിരുന്നു. നമ്മുടെ സിമിലർ ഫേംസ് എല്ലാം നമ്മളെപ്പോലെ പ്രൊഡക്ഷൻ നടത്തുന്ന, സെയിം പ്രോഡക്റ്റ് പ്രൊഡക്ഷൻ നടത്തുന്ന അല്ലെങ്കിൽ സെയിം സർവീസ് റെൻഡർ ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷനെല്ലാം ഇങ്ങനൊരു അഡീഷണൽ എക്സ്പെൻസ് ഉണ്ട്, റെൻറ്റ്. അവർക്ക് ഓൺ ബിൽഡിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ റെൻറ്റഡ് ബിൽഡിങ്ങിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കോസ്റ്റിനകത്ത് എന്തും കൂടെ ഇൻക്ലൂഡഡ് ആണ്, റെൻറ്റും കൂടെ. അപ്പം നമ്മൾ അവരെ പോലെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവരുടെ കോസ്റ്റുമായിട്ട് നമ്മുടെ കോസ്റ്റ് കമ്പയർ ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഇൻക്ലൂഡ് ദിസ് റെൻറ്റ് ആസ് എൻ എക്സ്പെൻസ്. എവിടെ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. യഥാർത്ഥം ഇങ്ങനൊരു എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്നില്ല,
just for ascertaining the cost, we will include it as a cost. ഓക്കെ, അപ്പോൾ അതിനെയാണ് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇംപ്യൂട്ടഡ് അല്ലാന്നുണ്ടെങ്കിൽ നോഷണൽ ചാർജസ്. ഇനി വരുന്ന ലാസ്റ്റ് മോഡ്യൂളിലൊക്കെ ഇത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. അവിടെ ഇതൊക്കെ വരാറുണ്ട്, ഏതൊക്കെയാണ് നോഷണൽ കോസ്റ്റിനെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നോഷണൽ കോസ്റ്റ് എവിടെ കാണിക്കണം, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇത് കാണിക്കും ഒരു കോസ്റ്റായിട്ട്. ബട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ, അവിടെ നമുക്കിതൊരു കോസ്റ്റായിട്ട് കാണിക്കാൻ പറ്റില്ല. So notional charges are the imaginary charges such as rent on building, interest on capital, etc. charged in the cost books but are not paid to anyone. ഇത് ആർക്കും കൊടുക്കണ്ട. റെൻറ്റ് നമ്മൾ ഓൺ ബിൽഡിങ്ങിൽ ഫംഗ്ഷൻ ചെയ്യുന്ന റെൻറ്റ് കൊടുക്കണോ ആർക്കെങ്കിലും? ഇല്ല. ബട്ട് സ്റ്റിൽ വി വിൽ ഷോ ഇറ്റ് ആസ് എൻ എക്സ്പെൻസ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്. പിന്നീട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുകയൊന്നും വേണ്ട, ആർക്കും കൊടുക്കില്ല. പക്ഷെ നമ്മളിങ്ങനൊരു ബിസിനസ് ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതായിട്ട് കാണിക്കും. ഇങ്ങനൊരു എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ വി വിൽ ഷോ ഇറ്റ് ആസ് എൻ എക്സ്പെൻസ്. ബട്ട് വി ക്യാൻ ഷോ ഇറ്റ് ആസ് എൻ എക്സ്പെൻസ് ഓൺലി ഇൻ കോസ്റ്റിംഗ്. അല്ലാതെ പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേ പറ്റും, അല്ലാതെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഇത് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ കാണിക്കുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോഷണൽ ചാർജസ്. നെക്സ്റ്റ് ഇസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. എന്താണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത്? എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് ഇത്രയേ ഉള്ളൂ. ദീസ് ആർ ദി കോസ്റ്റ് ഡിറ്റർമിൻഡ് ഇൻ അഡ്വാൻസ് ആഫ്റ്റർ എസ്റ്റിമേറ്റ്. ആ പേരിൽ തന്നെ ഉണ്ട്. ഇറ്റ്സ് ഡിറ്റർമിൻഡ് ഇൻ അഡ്വാൻസ് ആഫ്റ്റർ കൺസിഡറിങ് ഓൾ ദി ഫാക്ടേഴ്സ് ദാറ്റ് മേ ഇൻഫ്ലുവൻസ് കോസ്റ്റ്. നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കോസ്റ്റ് ഇൻകർ ചെയ്യും, നമ്മൾ ആദ്യമേ പ്രീ ഡിറ്റർമിൻ ചെയ്യും. മെറ്റീരിയൽ കോസ്റ്റ്, അതായത് ഫ്ലോർ വേണം, ഷുഗർ വേണം, ഗീ വേണം, ഇങ്ങനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, എസ്റ്റിമേറ്റ് ചെയ്യും. പിന്നെ ലേബർ കോസ്റ്റ് ഉണ്ടാവും, ഓവർ ഹെഡ്സ് ലൈക്ക് റെൻറ്റ്, ഡിപ്രിസിയേഷൻ, ഇൻഷുറൻസ്, ഇങ്ങനെ കുറേ കോസ്റ്റുകൾ ഉണ്ടാവും. ആൻഡ് ദേ ആർ കമ്പ്യൂട്ടഡ് ഇൻ അഡ്വാൻസ് ഓഫ് പ്രൊഡക്ഷൻ ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ കോസ്റ്റ് ഓഫ് പ്രീവിയസ് പീരീഡ് ആൻഡ് ദ ഫാക്ടേഴ്സ് ലൈക്ലി ടു എഫക്ട് സച്ച് കോസ്റ്റ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ എസ്റ്റിമേഷനിൽ നമ്മൾ എങ്ങനെയാണ്, നമുക്കൊരു ബേസിലാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്നും, പണ്ടേ നമ്മളെ ബിസിനസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ എന്തൊക്കെ കോസ്റ്റാണ് ഇൻകർ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ബേസിലാണ് നമ്മൾ കോസ്റ്റിനെ എന്ത് ചെയ്യാറുള്ളത്, എസ്റ്റിമേറ്റ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഒരു ആക്യുറേറ്റ് കാൽക്കുലേഷൻ ഒന്നും അല്ലേ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു അപ്രോക്സിമേഷൻ മാത്രമാണ്. ദിസ് ഇസ് ഓൺലി ആൻ അപ്രോക്സിമേഷൻ ബേസ്ഡ് ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസ്. പിന്നീട് ഫ്യൂച്ചറിലെ കാര്യവും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇത്രയും ചെയ്യുന്നതിനെയാണ്, അങ്ങനെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം എസ്റ്റിമേറ്റഡ് കോസ്റ്റ് പോലാണ്. പക്ഷേ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്തല്ല, ഒരു ആക്യുറേറ്റ് കാൽക്കുലേഷൻ ഒന്നുമല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എൻ അപ്രോക്സിമേഷൻ ബേസ്ഡ് ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസ്. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ, ഇപ്പോൾ നമ്മൾ പുതിയൊരു ഫേം ആണെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അവർക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ കോസ്റ്റിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന രീതിയാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സയൻറ്റിഫിക് അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് എൻ എസ്റ്റിമേഷൻ. So standard cost is a scientifically estimated cost after taking into account all the factors affecting and influencing the cost. Standard cost provides yardstick against which actual costs are compared. Standard cost may be used for measuring efficiency of different cost centers. എഫിഷ്യൻസി ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി, കാരണം നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്യും, ഇതാണ് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഇൻകർ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് കോസ്റ്റ്, മെറ്റീരിയലിന് ഇത്ര രൂപയാവാൻ പാടുള്ളൂ, ലേബറിന് ഇത്ര രൂപയാവാൻ പാടുള്ളൂ എന്ന് നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്യും. എന്നിട്ടത് ആക്ച്വൽ സംഭവിച്ചു കഴിഞ്ഞ് ആക്ച്വൽ പ്രൊഡക്ഷനും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്ത് നോക്കും, കമ്പയർ ചെയ്ത് നോക്കും. അത് നമ്മുടെ ടാർഗറ്റിൽ തന്നെയാണ്, സ്റ്റാൻഡേർഡിൽ തന്നെയാണോ ആക്ച്വൽ കോസ്റ്റും ഇൻകർ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എസ്റ്റിമേറ്റ് കോസ്റ്റിനുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരു സയൻറ്റിഫിക്കൽ അനാലിസിസ് ആണ്. നല്ല രീതിയിൽ സയൻറ്റിഫിക്കൽ ടെക്നിക്സും ടൂൾസും ഒക്കെ ഉപയോഗിച്ചാണ് കോസ്റ്റുകൾ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇതും ഡിറ്റർമിനിങ് കോസ്റ്റ് അഡ്വാൻസ് തന്നെയാണ്. സോ ദിസ് ഇസ് ഓൾമോസ്റ്റ് ആക്യുറേറ്റ്. ഇതൊരു ആക്യുറേറ്റ് അപ്രോക്സിമേഷൻ ആയിരിക്കും, ആക്യുറേറ്റ് കാൽക്കുലേഷൻ ആയിരിക്കും. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഒരു അപ്രോക്സിമേഷൻ മാത്രമായിരിക്കും. ഇനി അടുത്തത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഇപ്പോൾ പേരിൽ നിന്നുണ്ട് ഹിസ്റ്റോറിക്കൽ, കഴിഞ്ഞു പോയതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഇസ് ദ ആക്ച്വൽ കോസ്റ്റ് ഡിറ്റർമിൻ ആഫ്റ്റർ ദി പ്രൊഡക്ഷൻ ഇസ് ഓവർ. അതായത് മുന്നേ ഒന്നും നമ്മൾ കോസ്റ്റ്
പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും എത്ര രൂപ കോസ്റ്റായി, എത്ര രൂപയുടെ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്ത്, എത്ര രൂപയുടെ ലേബർ നമ്മൾ ഇൻകർ ചെയ്ത്, എന്തൊക്കെയാണ് നമ്മൾ ഇൻകർ ചെയ്ത ഈ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഇൻകർ ചെയ്ത ഓവർ ഹെഡ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. അത് ആ ആക്ടിവിറ്റി ഒക്കർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഒരു പോസ്റ്റ് മോർട്ടം അനാലിസിസ് ആണ്, സംഭവിച്ചതിന് ശേഷം നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, സോ ദി കോസ്റ്റ് വിച്ച് ആർ അസർട്ടൈൻ ആഫ്റ്റർ ദി ഒക്കറൻസ് ആർ കോൾഡ് ആഫ്റ്റർ ദി ഇൻകറൻസ്. അത് ഇൻകർ ചെയ്തതിന് ശേഷം നമ്മൾ അസർട്ടൈൻ ചെയ്യുവാണെങ്കിലാണ് അതിനെ എന്തെന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കോസ്റ്റിലോട്ട് പോകാം. കൺവേർഷൻ കോസ്റ്റ്. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കുറേ എക്സ്ട്രാ കോസ്റ്റ് ആവും. അപ്പോൾ റോ മെറ്റീരിയൽ കോസ്റ്റ് അവിടെ കൺസിഡർ ചെയ്തുകൂടെ. ബാക്കി ഇപ്പോൾ റോ മെറ്റീരിയൽ ഇപ്പം മൈദാമാവും ഷുഗറും ഗീയും കൊണ്ട് ഇവിടെ വെച്ചിരുന്ന കേക്ക് ആവില്ലല്ലോ. അതിനെ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്ത് നമ്മൾ എന്തിലോട്ടാക്കണം, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന കേക്കിൻ്റെ ഫോമിലാക്കണം. ആക്കണമെങ്കിൽ ആരുടെയൊക്കെ സഹായം വേണം, ലേബർ കോസ്റ്റ് ഉണ്ടാവും, അവിടെ ഓവർ ഹെഡ്സ് ഉണ്ടാവും. കാരണം ലേബറേഴ്സിനെയും കൂടെ അവിടെ നിർത്തിയാലും പറ്റില്ലല്ലോ. അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. അവർക്ക് അതിനൊരു ബിൽഡിംഗ് വേണം. ആ ബിൽഡിംഗ് ഇപ്പോൾ റെൻറ്റിനായിരിക്കും എടുത്തിരിക്കുന്നത്. അവിടെ ഇലക്ട്രിസിറ്റി കണക്ഷൻ വേണം, വാട്ടർ ഫെസിലിറ്റീസ് വേണം. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ പിന്നെ ഇവർക്ക് സാലറി കൊടുക്കണം, അല്ലെങ്കിൽ ഇവർക്ക് വേജസ് കൊടുക്കണം. ഇതെല്ലാം ചേരുന്നതാണ് കൺവേർഷൻ കോസ്റ്റ്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ റോ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്ത് എന്താക്കാൻ സാധിക്കൂ, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കാൻ സാധിക്കും. അങ്ങനെ അതിനുവേണ്ടി ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് റിഫേഴ്സ് ടു ദി കോസ്റ്റ് ഓഫ് കൺവേർട്ടിംഗ് ഡിറക്റ്റ് മെറ്റീരിയൽസ് ഇൻ ടു പാർട്ട്ലി ഓർ ഫുള്ളി ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഓർ ഫ്രം വൺ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ടു ദി നെക്സ്റ്റ്. ദി കൺവേർഷൻ കോസ്റ്റ്, സോ ഇൻ കൺവേർഷൻ കോസ്റ്റ് ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ഇസ് ലെഫ്റ്റ് ഔട്ട്. അതായത് റോ മെറ്റീരിയൽ കോസ്റ്റ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബാക്കി റോ മെറ്റീരിയൽ കോസ്റ്റ് അല്ലാതെ ബാക്കി നമ്മൾ ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകൾ ഇതിനെ ഫിനിഷ് പ്രോഡക്റ്റിലോട്ടാക്കാൻ വേണ്ടി, ആ ഫോമിലാക്കാൻ വേണ്ടി, ഫിനിഷ് പ്രോഡക്റ്റ് തന്നെ ഫിനിഷ് പ്രോഡക്റ്റ് തന്നെ ആവണമെന്നില്ല, ഒരു അടുത്ത സ്റ്റേജിലോട്ടാക്കാൻ വേണ്ടി ഓരോ ആയാലും എത്ര കോസ്റ്റ് ഇൻകർ ചെയ്യുന്നു അതിനെയാണ് എന്തെന്ന് പറയുന്നത് കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഏത് കോസ്റ്റ് ഒഴിച്ചേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഉപയോഗിക്കില്ല. ബാക്കി നമുക്ക് ഉപയോഗിക്കാവുന്നത് ഇറ്റ്സ് എ സം ഓഫ് ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് overhead expenses for converting raw materials into work in progress and finished product. ഫിനിഷ് പ്രോഡക്റ്റ് തന്നെ ആവണമെന്നില്ല, എന്തായാലും മതി, വർക്ക് ഇൻ പ്രോഗ്രസ്സിലായാലും മതി. അവിടെ വരെയുള്ള കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുമ്പോഴും അതിനെയും കൺവേർഷൻ കോസ്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ വിചാരിക്കും ഇത് മാറ്റി നമുക്ക് പുതിയൊരു പ്രൊസീജിയർ അപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ ഇത്രയും നാൾ മാവ് മിക്സ് ചെയ്യുന്നത് മാനുവലി ആയിരുന്നു. നമ്മുടെ വർക്കേഴ്സായിരുന്നു ഈ മാവ് മിക്സ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് കേക്ക് മിക്സിങ്, മാവും ഗീയും പിന്നീട് ഷുഗറും എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നത് മാനുവലി ആയിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ തീരുമാനിക്കുകയാണ് നമുക്ക് മാനുവൽ മിക്സിങ് വേണ്ട, ഒരു മെഷീൻ യൂസ് ചെയ്ത് നമുക്കിതിനെ മിക്സ് ചെയ്യാം. അങ്ങനെ അവിടെ നമ്മൾ മാനുവലിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് മെക്കനൈസ്ഡ് ആക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു മെക്കനൈസ്ഡ് ആക്കാൻ നേരം, മാനുവലിൽ നിന്നും മെക്കനൈസ്ഡ് ആക്കാൻ നേരം കോസ്റ്റിന് എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ കോസ്റ്റ്. മാനുവലിലായിരുന്നുണ്ടെങ്കിൽ അവിടെ വരെയുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാനുവലിലായിരുന്നു ഇത് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് 21,500 റുപ്പീസാണ് ആവുന്നത്. പക്ഷേ ഇത് മെക്കനൈസ്ഡ് ആക്കാൻ നേരം നമുക്ക് 20,000 റുപ്പീസേ ഈ കോസ്റ്റ് ആവുന്നുള്ളൂ. കേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോഴുള്ള കോസ്റ്റ് 20,000 ആവുന്നുള്ളൂ 100 കേക്കിന്. മാനുവലായിരുന്നപ്പോൾ 21,500 ആവുമായിരുന്നു. പക്ഷെ മെക്കനൈസ്ഡ് ആയപ്പോഴത്തേക്കും 20,000 ഇൻകർ ആവുന്നുള്ളൂ 100 കേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്നതിന്. അപ്പോൾ അവിടെ ഡിഫറൻസ് ഉണ്ടായല്ലോ. എത്ര രൂപയുടെ ഡിഫറൻസ്? 1,500 ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഒന്നീ ഡിഫറൻസ് കൂടാം അല്ലെങ്കിൽ ഡിഫറൻസ് കുറയാം. അപ്പോൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇങ്ങനെ ഉണ്ടാകുന്ന ഡിഫറൻസിനെയാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ 1,500 ആണ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. So differential cost is the difference in cost between two levels of activities. And if the change increase the cost, അപ്പോൾ ഇങ്ങനൊരു മാറ്റം നമ്മുടെ കോസ്റ്റിനെ കൂട്ടുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. അതായത് ഇങ്ങനെ ഒരു മെക്കനൈസ്ഡ് ആയപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് 21,500 ആയിരുന്നു മാനുവലി ചെയ്യുമ്പോൾ ആവുന്ന കോസ്റ്റ്. മെക്കനൈസ്ഡ് ആയപ്പോൾ എത്ര എന്ന് പറഞ്ഞു 20,000. അപ്പോൾ ഇൻക്രീസ് അല്ല നടന്നത്, അവിടെ എന്താ സംഭവിച്ചത്? ഡിക്രീസ് ആണ്. ഇൻക്രീസ് ആണെങ്കിൽ ആ 1,500 നമ്മൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയും. നേരെ മറിച്ച് ഇങ്ങനൊരു ചേഞ്ച് സംഭവിച്ചപ്പോൾ ഡിക്രീസാണ് കോസ്റ്റിനുണ്ടായെങ്കിൽ അതിനെ നമ്മൾ ഡിക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയും.
ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ഡിഫറൻസ് ഉണ്ടായി, 1500 rupees ഡിഫറൻസ് ആണ് ഉണ്ടായത്. അതെന്താണ്? ഡിക്രിമെൻ്റൽ കോസ്റ്റ് ആണ്. അപ്പോൾ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്തിലോട്ട് പോവാം. നെക്സ്റ്റ് വൺ ഇസ് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്കിനി റിക്കവർ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു, നമ്മൾ എന്ത് കോസ്റ്റ് ഇൻകർ ചെയ്താലും അതിൽ നിന്ന് എന്ത് ലഭിക്കും? നമുക്ക് ബെനിഫിറ്റ് ലഭിക്കും. അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ്, നമ്മൾ ഇത്ര രൂപയുടെ എക്സ്പെൻസ് ഇൻകർ ചെയ്താൽ, എന്തിനാണ് എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്നത്? നമുക്കൊരു ബെനിഫിറ്റ് റിസീവ് ചെയ്യാനാണ്. ബെനിഫിറ്റ് നമുക്ക് റിസീവ് ചെയ്യുന്ന എന്ത് ഫോമിലായിരിക്കും? റവന്യൂ ജനറേഷൻ ഫോമിലായിരിക്കും, പ്രോഫിറ്റിൻ്റെ ഫോമിലായിരിക്കും നമുക്കിതിൽ നിന്നുള്ള ബെനിഫിറ്റ് റിസീവ് ചെയ്യുന്നത്. ഓക്കെ. പക്ഷേ ചില കോസ്റ്റുകൾ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല. ഇത് റവന്യൂ ഫോമിൽ നമുക്ക് തിരിച്ചു കിട്ടാത്ത കോസ്റ്റിനെയാണ് ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് ഒരു ബെനിഫിറ്റും പിന്നീട് റിസീവ് ചെയ്ത് കിട്ടാത്ത കോസ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. സങ്ക് കോസ്റ്റ് ഇസ് ദി irrecoverable cost incurred by an enterprise in the past which has no influence in its future decision making. അപ്പോൾ ഇങ്ങനൊരു കോസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഇനിയും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരിക്കലും നമുക്കിനി റിക്കവർ ചെയ്തെടുക്കാനേ സാധിക്കില്ല എന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ആ കോസ്റ്റിനെ നമ്മൾ എന്ത് കോസ്റ്റ് എന്നാണ് വിളിക്കാറുള്ളത്? സങ്ക് കോസ്റ്റ് എന്നാണ് വിളിക്കാറുള്ളത്. ഒരു എക്സാമ്പിൾ പറയുന്നത് ഇവിടെ റീപ്ലേസ്മെൻറ്റ് ഓഫ് എൻ അസറ്റ് is under consideration and the undepreciated value of existing asset is the sunk cost. അല്ലെങ്കിൽ sometimes a plant may have to be replaced by more productive and modern equipment. In such case, the book value of the old equipment minus the salvage value is the loss. The amount so lost is the sunk cost. അതായത് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു, ഒരു മെഷീൻ ഉണ്ടായിരുന്നു, കേക്ക് മിക്സിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. ആ മിക്സിംഗ് മെഷീനെക്കാട്ടി നല്ലൊരു മെഷീൻ നമ്മൾക്ക് മാർക്കറ്റിൽ ഇറങ്ങിയെന്നറിഞ്ഞു. ബാക്കി നമ്മുടെ പോലുള്ള ബേക്കറികളെല്ലാം ആ മെഷീനിലാണ് ഇപ്പം കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്, മിക്സ് ചെയ്തെടുക്കുന്നതെന്ന് മനസ്സിലാക്കി. അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന കേക്കിന് നല്ല സോഫ്റ്റും കുറച്ചുകൂടെ ടേസ്റ്റിയൊക്കെയാണ്. അപ്പം നമുക്കും മാർക്കറ്റിൽ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ വി ഓൾസോ ഹാവ് ടു പർച്ചേസ് ദാറ്റ് ന്യൂ മെഷീൻ. നമ്മളും ആ മെഷീൻ പർച്ചേസ് ചെയ്തേ പറ്റും, കാരണം കോമ്പീറ്റ് ചെയ്ത് നിൽക്കണ്ടേ. പക്ഷേ നമ്മുടെ ഓൾഡ് മെഷീൻ സ്റ്റിൽ യൂസബിൾ കണ്ടീഷനിലാണ്. ഓക്കെ. പണ്ട് നമ്മളത് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചാണ്, 3-4 വർഷം മുന്നേ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയൊരു മെഷീനാണ്. ഇപ്പോഴും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ യൂസ് ചെയ്യാമെങ്കിലും അതിനെക്കാട്ടി ബെറ്റർ ആയിട്ടൊരു മിക്സിംഗ് മെഷീൻ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വി ആർ ഫോഴ്സ് ടു ബൈ ദാറ്റ് മെഷീൻ ഇൻ ഓർഡർ ടു കമ്പീറ്റ് വിത്ത് അവർ കോമ്പറ്റീറ്റേഴ്സ്. ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ മെഷീൻ ഇനി ഉപയോഗിക്കാൻ പറ്റില്ല, ഈ പഴയ മെഷീൻ, കാരണം നമ്മൾ തീരുമാനിച്ചു അതിനെ ഡിസ്കാർഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 50,000. അതായത് ഡിപ്രിസിയേഷനൊക്കെ പല വർഷങ്ങളിലായിട്ട് കുറച്ചു. ഇപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്? 50,000 രൂപയാണ് അതിൻ്റെ വാല്യൂ. പിന്നീട് ഇതിൻ്റെ സ്ക്രാപ്പ് വാല്യൂയും പറഞ്ഞ് ഇത് നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത് നമ്മൾ സ്ക്രാപ്പിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10,000 രൂപ കിട്ടുമെന്ന്. അപ്പോൾ ഇന്ന് അതിൻ്റെ വില 50,000 രൂപയാണ്. ഇതിൽ എത്ര രൂപ നമുക്ക് തിരിച്ച് കിട്ടും? സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് 10,000. അപ്പോൾ നഷ്ടപ്പെടാൻ പോകുന്ന എത്ര രൂപയാണ്? 40,000 റുപ്പീസാണ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. ഓക്കെ. ഈ മെഷീൻ ഇനി ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ നിന്ന് ഇനി ഒരു റവന്യൂ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനും പറ്റില്ല. ഈ 40,000 രൂപയും നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ 40,000-നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സങ്ക് കോസ്റ്റ്. ഇതിൽ നിന്ന് ഇനി ഒരിക്കലും അത് റിക്കവർ ചെയ്തെടുക്കാനേ പറ്റില്ല, കാരണം ഇത് യൂസ് ചെയ്യുന്നില്ലല്ലോ നമ്മൾ. അതിന് പകരം പുതിയ മെഷീനാണ് വരുന്നത്. ഇതുപോലുള്ള കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒരിക്കലും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാത്ത കോസ്റ്റിനെയാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾ ഓർത്ത് വെച്ചേക്കണേ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നമുക്കൊരു മെഷീൻ ഉണ്ടായിരുന്നു, ആ മെഷീൻ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. റീപ്ലേസ് ചെയ്യുന്ന ദിവസം അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചാണ്. പണ്ടെങ്ങോ നമ്മൾ 1 lakh rupees-ന് വാങ്ങിയൊരു മെഷീനാണ്. ഇതിന് ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് നെറ്റ് ബുക്ക് വാല്യൂ, ഡിപ്രിസിയേഷനൊക്കെ കഴിച്ച് ഇന്നത്തെ വില 50,000 രൂപയാണ്. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പം 50,000 രൂപയുള്ള മെഷീൻ നമുക്ക് സ്ക്രാപ്പ് വാല്യൂ കിട്ടും. 10,000 രൂപ സ്ക്രാപ്പ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എത്ര രൂപ നഷ്ടപ്പെടും? 50,000 വരെ ടോട്ടൽ വാല്യൂ ഇന്നത്തെ. അതിൽ 10,000 രൂപ സ്ക്രാപ്പ് വാല്യൂ വഴി ഇങ്ങനെ തിരിച്ചു കിട്ടും. നഷ്ടപ്പെടാൻ പോകുന്നത് 40,000 രൂപയാണ്. ഇതിനെയാണ് സങ്ക് കോസ്റ്റ്. കാരണം ഇതിന് നമുക്ക് യൂസ് ചെയ്യാനേ പറ്റില്ല, ഇതിനൊന്നും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, നഷ്ടപ്പെട്ടു പോയി. ഇറ്റ് ഈസ് ഇർറിക്കവറബിൾ. ദാറ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ് ഇസ് നോൺ എസ് സങ്ക് കോസ്റ്റ്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇറ്റ്സ് എ അഡീഷണൽ കോസ്റ്റ് ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് development of a new product or the manufacture of a product under improved method. നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്?
ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പുതിയ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കുറച്ചും കൂടെ അതിനൊരു ഇംപ്രൂവ്ഡ് ഫോമിൽ കസ്റ്റമറിൻ്റെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഒക്കെ നടത്തി ഇംപ്രൂവ്ഡ് ഫോമിൽ കസ്റ്റമറിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് എമൗണ്ട് ചിലവാക്കേണ്ടി വരും. അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. ഇതിന് രണ്ടിനെയും ഒരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ടാകുന്ന കോസ്റ്റും പിന്നീട് ഒരു എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൻ്റെ ഒരു ഇംപ്രൂവൈസ്ഡ് വേർഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള വേണ്ടി ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയും നമ്മൾ എന്തെന്ന് പറയും ഡെവലപ്മെൻറ്റൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയും. നെക്സ്റ്റ് ഇസ് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ അടുത്ത സെമസ്റ്ററുകളിലൊക്കെ പഠിക്കും. കോസ്റ്റിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് മാർജിനൽ കോസ്റ്റ്. ഇത്രയേ ഉള്ളൂ. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ്. വേരിയബിൾ എന്ന് പറഞ്ഞ വേർഡിലുണ്ട് അതിൻ്റെ മീനിങ്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ വേരി ചെയ്യുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ്. അത് തന്നെയാണ് മാർജിനൽ കോസ്റ്റും. ഏതൊക്കെ കോസ്റ്റാണ് വേരി ചെയ്യുന്നത്? ഇപ്പോൾ എനിക്ക് 100 കേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടുന്ന മെറ്റീരിയൽ കോസ്റ്റ് ആയിരിക്കുമോ ഞാൻ 500 കേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടത്? അല്ലായിരിക്കും. അതായത് 100 കേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടുന്ന മെറ്റീരിയൽ കോസ്റ്റിനെക്കാട്ടി കൂടുതലായിരിക്കും 500 കേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടുന്നത്. അതാണ് വേരിയബിൾ കോസ്റ്റ്. വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് എന്തും കൂടും. കോസ്റ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തെന്ന് പറയും വേരിയബിൾ കോസ്റ്റ്. നേരെ മറിച്ച് ഞാൻ എൻ്റെ ബിൽഡിങ്ങിന് ഈ കേക്ക് ബേക്കിംഗ് യൂണിറ്റിന് ഞാൻ മാസം കൊടുക്കുന്ന വാടക 20,000 രൂപയാണ്. ഇപ്പം ഞാൻ 100 കേക്ക് പ്രൊഡ്യൂസ് ചെയ്താലും 20,000 രൂപ വാടക കൊടുത്താൽ മതി. ഞാൻ 500 കേക്ക് പ്രൊഡ്യൂസ് ചെയ്താലും, കാരണം അതിനുള്ള കപ്പാസിറ്റി ആ ബിൽഡിങ്ങിനുണ്ട്. അപ്പോൾ 500 കേക്ക് പ്രൊഡ്യൂസ് ചെയ്താലും ഞാൻ എത്ര രൂപ വാടക കൊടുത്താൽ മതി? 20,000 റുപ്പീസ്. അങ്ങനെയുള്ള കോസ്റ്റ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയും. പക്ഷേ മെറ്റീരിയൽ കോസ്റ്റ് ആയാലും ലേബർ കോസ്റ്റ് ആയാലും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും പ്രൊഡക്ഷൻ മാറുന്നതനുസരിച്ച് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. വേരി ചെയ്യുന്ന കോസ്റ്റുകളെയാണ് ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ്. സോ മാർജിനൽ കോസ്റ്റ് ഇസ് ദ അഡീഷണൽ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് an additional unit. അപ്പോൾ 100 കേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ 21,500 റുപ്പീസ് മതി. പക്ഷെ നമ്മൾ 101 കേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പോയാലോ ഈ കോസ്റ്റ് കൂടും. കാരണം കൂടുതൽ മെറ്റീരിയൽ വേണ്ടി വരും, കൂടുതൽ ലേബർ വേണ്ടി വരും, കൂടുതൽ ഓവർ ഹെഡ് ഇൻകർ ചെയ്യേണ്ടി വരും. അങ്ങനെ ഉണ്ടാകുന്ന കോസ്റ്റുകളെയാണ് മാർജിനൽ കോസ്റ്റ്. ഇറ്റ്സ് എ ടോട്ടൽ ഓഫ് വേരിയബിൾ കോസ്റ്റ് വിച്ച് ഇൻക്ലൂഡ്സ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, കോസ്റ്റ് ഓഫ് ലേബർ ആൻഡ് അതർ വേരിയബിൾ എക്സ്പെൻസസ്. ഓക്കെ, ഇനി അടുത്തത് റിസർച്ച് കോസ്റ്റ്. റിസർച്ച് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ റിസർച്ച് ഡെവലപ്മെൻറ്റൊക്കെ എല്ലാ ബിസിനസ്സുകൾക്കും ഒരു R&D ഡിപ്പാർട്ട്മെൻറ്റ് കാണും. ഇങ്ങനെ റിസർച്ച് നടത്തിക്കൊണ്ടേയിരിക്കും. പ്രോഡക്റ്റ് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള റിസർച്ച്. അതിനുവേണ്ടി ഇൻകർ ചെയ്യുന്ന കോസ്റ്റാണ് റിസർച്ച് കോസ്റ്റ് എന്ന് പറയുന്നത്. റിസർച്ച് കോസ്റ്റ് ഇസ് എ കോസ്റ്റ് ഇൻകർഡ് ഫോർ സീക്കിംഗ് ഓർ സെർച്ചിങ് ഫോർ ഇംപ്രൂവ്ഡ് ഓർ ന്യൂ പ്രോഡക്ട്സ്, ന്യൂ ഓർ ഇംപ്രൂവ്ഡ് മെത്തേഡ്സ്. ന്യൂ പ്രോഡക്ട്സ് ആവാം, അല്ലെങ്കിൽ പുതിയ മെത്തേഡ്സ് ആവാം. അതിനുവേണ്ടി ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകളെയാണ് റിസർച്ച് കോസ്റ്റ് എന്ന് പറയുന്നത്. In the modern complex industrial world, such costs are to be incurred in order to improve the products. അതായത് ഇങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? എപ്പോഴും റിസർച്ചിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം. എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്ത് അവരെ കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റും സർവീസസും പർച്ചേസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. ഓക്കെ, ദെൻ in order to improve the product, പിന്നീട് എന്ത് ചെയ്യണം? ടു കട്ട് ഡൗൺ ദി പ്രൈസസ്, പ്രൈസ് കുറയ്ക്കുക, കോമ്പറ്റീറ്റീവ് പ്രൈസ് ആക്കുക, ദെൻ ടു ഇൻട്രൊഡ്യൂസ് ന്യൂ ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റ്സ്. ഇതിനൊക്കെ വേണ്ടി നമ്മൾ എപ്പോഴും എമൗണ്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം റിസർച്ചിന് വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് റിസർച്ച് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ ഇത്രയും മതി. ഇത്രയും കോസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഏതൊക്കെ കോസ്റ്റുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്? എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ദെൻ എന്താണ് സങ്ക് കോസ്റ്റ് നോക്കി, എന്താണ് നോഷണൽ കോസ്റ്റ്, എന്താണ് കൺവേർഷൻ കോസ്റ്റ് എന്ന് മനസ്സിലാക്കി, എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് മനസ്സിലാക്കി, എന്താണ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്, എന്താണ് മാർജിനൽ കോസ്റ്റ്, എന്താണ് റിസർച്ച് കോസ്റ്റ്. ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഡിസ്കസ് ചെയ്യാൻ ഇനി കുറച്ച് കോസ്റ്റുകളും കൂടെ ഉണ്ട് കേട്ടോ ഡിസ്കസ് ചെയ്യാനായിട്ട്. അതിനിപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുറച്ചും കൂടെ കോസ്റ്റും പിന്നീട് ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അത് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ ഇത് ഇവിടെ കൊണ്ട് നിർത്താം. താങ്ക് യു.